ബൈജൂസിനെ കുറിച്ചിട്ട് നമ്മൾ നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? വൈ ബൈജൂസ് ഫെയിൽഡ്? വൈ ബൈജൂസ് ഫെയിൽ ആയോ എന്നിപ്പോൾ ഞാൻ ഉറപ്പിച്ചു പറയുന്നില്ല. ബൈജൂസ് പറയാൻ പറ്റില്ല. ഡിക്ലൈനിലേക്ക് പോയത് എന്താ കാരണം? ഡിക്ലൈനിലോട്ട് പോയി. ഐ ഹോപ്പ് ദാറ്റ് ബൈജൂസ് വോണ്ട് ഫെയിൽ. എൻ്റെ ഒരു വളരെ സിൻസിയർ ആയിട്ടുള്ളൊരു ഹോപ്പും പ്രയറുമാണ് ബൈജൂസ് ഫെയിൽ. കാരണം ഇന്ത്യൻ സ്റ്റാർട്ടപ്പ് എക്കോസിസ്റ്റത്തിന് ബൈജൂസ് ഫെയിൽ ആവരുത് എന്നുള്ളത് എൻ്റെ ഒരു ഹോപ്പാണ്, എൻ്റെ ഒരു പ്രതീക്ഷ. ബൈജൂസ് ഫെയിൽ ആവരുത്, അല്ലെങ്കിൽ എൻ്റെ ഒരു പ്രാർത്ഥന എന്താണ്, ബൈജൂസ് ഫെയിൽ ആവരുത് എന്നാണ്. കാരണം ഒരു ഇന്ത്യൻ സ്റ്റാർട്ടപ്പ് സിസ്റ്റത്തിന്റെ ഒരു പോസ്റ്റർ ബോയ് കൂടിയാണ് ആക്ച്വലി ബൈജൂസ് എന്നുള്ളത്, എഡ്യൂക്കേഷൻ സെക്ടറിൽ മാത്രമല്ല മൊത്തത്തിൽ. അപ്പോൾ അവിടെ ബൈജൂസ് ഫെയിൽ ആയാൽ നമ്മുടെ മൊത്തം എക്കോസിസ്റ്റത്തിന് അത് വലിയൊരു ഇമ്പാക്ട് ഓൾറെഡി ഉണ്ടായിട്ടുണ്ട്. ഓൾറെഡി ബൈജൂസിന്റെ ഡിക്ലൈനിൽ ഒരു ഇമ്പാക്ട് ഉണ്ടായിട്ടുണ്ട്. ഫണ്ടിങ് വളരെ ചെയ്തിട്ടുണ്ട്, ഡിമിനിഷ് ഡ്രൈ ആയിട്ടുണ്ട്. എഡ്യൂക്കേഷൻ റിലേറ്റഡ് സ്റ്റാർട്ടപ്സിന് ഫണ്ടിങ് വളരെ ഡ്രൈ ആയിട്ടുണ്ട്. അതെ. അപ്പോൾ ബൈജൂസിന് സംഭവിച്ചത് ദർ ആർ മൾട്ടിപ്പിൾ ഫാക്ടേഴ്സ്. ഒന്നാമത്തെ ഫാക്ടർ എന്നുള്ളത് വളരെ ഇൻഓർഗാനിക് ആയിട്ടുള്ള ഒരു ഗ്രോത്തിലോട്ട് ബൈജൂസ് പോയി എന്നുള്ളതാണ്. അതിൽ പ്രധാനമായിട്ടും വന്ന പ്രശ്നങ്ങൾ, ബൈജൂസ് ഒരുപാട് അക്യൂസിഷൻസ് നടത്തി. There are good acquisitions and bad acquisitions. അപ്പോൾ ആകാശിനെ അക്വയർ ചെയ്തു. ദാറ്റ് വാസ് എ ഗുഡ് ഡിസിഷൻ. കാരണം ആകാശ് എന്നുള്ളത് അത്രയും ക്യാഷ് ഫ്ലോ ഉള്ള അത്രയും പ്രോഫിറ്റബിൾ ആയിട്ടുള്ള ഒരു കമ്പനിയാണ്. ഗ്രേറ്റ് ലേണിംഗിന് അക്വയർ. പിന്നെ വൈറ്റ് ഹാറ്റ് ജൂനിയർ ദാറ്റ് വാസ് എ ഡിസാസ്റ്റർ. വൈറ്റ് ഹാറ്റ് ജൂനിയർ എന്നുള്ളത് വാസ് എ കൈൻഡ് ഓഫ് എ ഫ്രോഡ് കമ്പനി. കാരണം അവര് ബേസിക്കലി ഓൾറെഡി ഓപ്പൺ സോഴ്സ് ആയിട്ടുള്ള കോഡിംഗ് പ്ലാറ്റ്ഫോമിന്റെ മേലെ വന്നിട്ട് എന്ത് ചെയ്തു, അവർ ചില സാധനങ്ങളൊക്കെ ബിൽഡ് ചെയ്തിട്ട് അവർ ക്വാളിറ്റി ലെസ് ടീച്ചേഴ്സിനെ, ജാവയും ജാവാസ്ക്രിപ്റ്റും തമ്മിലുള്ള ഡിഫറൻസ് അറിയാത്ത ടീച്ചേഴ്സിനെ കൊണ്ടുവന്ന് അവർ കുറെ പുഷ് ബട്ടൺസ് കുട്ടികളെ പഠിപ്പിച്ചു. കോഡിങ് കുട്ടികൾ മാത്രമല്ല വളരെ അഗ്രസീവ് ആയിട്ടുള്ള മാർക്കറ്റിംഗ് സ്ട്രാറ്റജിയിലോട്ട് വൈറ്റ് ഹാറ്റ് ജൂനിയർ പോയി. അതായത് +1 കുട്ടി, അല്ല 11ാം വയസ്സുള്ള കുട്ടി ഗൂഗിളിൽ വർക്ക് ചെയ്യുന്നു, അല്ലെങ്കിൽ നാസയിൽ പോകുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഒരിക്കലും നടക്കാത്ത കാര്യങ്ങൾ വെച്ചിട്ടാണ് അവരെ ആക്ച്വലി മാർക്കറ്റ് ചെയ്തത്. ഒരു ഫോമോ ഭയങ്കരമായിട്ടുള്ള ഒരു ഫിയർ ഓഫ് മിസ്സിംഗ് ഔട്ട് ക്രിയേറ്റ് ചെയ്തു. ആളുകളെ കോവിഡ് സമയത്ത് പിടിച്ചു എന്നുള്ളതാണ് അവർ ചെയ്തത്. ഈ വൈറ്റ് ഹാറ്റ് ജൂനിയറിലൂടെ ഒരു ഗ്ലോബൽ മാർക്കറ്റിലോട്ട് എൻ്റർ ചെയ്യാന്നുള്ളതാണ് ആര് കണ്ടത്, ബൈജൂസ് കണ്ടത്. പക്ഷേ ആക്ച്വലി വൈറ്റ് ഹാറ്റ് ജൂനിയറിന്റെ അടുത്ത് പ്രത്യേകിച്ച് ഒരു സ്റ്റെപ്പ് ഇല്ലായിരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഓക്കെ, അതൊരിക്കലും ഒരു സ്കെയിലബിൾ ആയിട്ടുള്ള ഒരു മോഡൽ അല്ലായിരുന്നു. അപ്പോൾ വൈറ്റ് ഹാറ്റ് ജൂനിയർ ഓൾമോസ്റ്റ് അവർ ഷട്ട് ഡൗൺ ചെയ്തതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അവർക്ക് കാര്യമായി നല്ലൊരു പ്രൊഡക്റ്റ് പോലും അവർക്കില്ല. പിന്നെ അതേപോലെ തന്നെ ഡിസ്നിയുമായിട്ട് ഒരു പാർട്ണർഷിപ്പിൽ, ബൈജൂസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രൊജക്റ്റ് ആയിരുന്നു ഡിസ്നിയുമായിട്ട് ഒരു പാർട്ണർഷിപ്പിൽ എത്തുക എന്നുള്ളത്. കാരണം ഒരു പ്രീ KG അതേപോലെ KG ക്ലാസ്സിൽ ഡിസ്നി ക്യാരക്ടേഴ്സിനെ വെച്ചിട്ട് ഒരുപാട് സംഭവങ്ങൾ അവർക്ക് പ്ലാൻ ചെയ്യാൻ പറ്റുമെന്നുള്ള നിലക്കാണ് അവർ ആ പാർട്ണർഷിപ്പിൽ എത്തിയത്. അവിടെയും അവർക്ക് ഒരുപാട് ഡിലേ വന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഡിസ്നി പോലത്തെ ഇറ്റ്സ് എ കമ്പനി വിത്ത് ഹൈ പെഡിഗ്രി, ഒരു 100 വർഷത്തെ ലെഗസി ഉള്ള ഒരു കമ്പനിയാണ്. അവരുടെ ഒരു ഫോർ എക്സാമ്പിൾ അവരുടെ അലാദീൻ എന്നുള്ളൊരു ക്യാരക്ടറിനെ അല്ലെങ്കിൽ ഡൊണാൾഡ് ഡക്ക് എന്നുള്ള ക്യാരക്ടറിനെ എല്ലാ സ്ഥലത്തും കൊണ്ടുപോയി പ്ലേസ് ചെയ്യാൻ അവർ അനുവദിക്കൂല. അതിനെന്ത് വേണം, കൃത്യമായിട്ടുള്ള സ്റ്റോറി ലൈൻസ് മറ്റു കാര്യങ്ങളൊക്കെ വേണം. അപ്പോൾ ഇതൊരു ഇന്ത്യൻ കോണ്ടെക്സ്റ്റിലോട്ട് കൊണ്ടുവരാൻ ബൈജൂസ് നന്നായിട്ട് പണിപ്പെട്ടു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് അവരുടെ ആ ഒരു പ്രൊഡക്റ്റ് ഡെവലപ്മെന്റ് ഒരുപാട് ഡിലേസ് കൊണ്ടുവന്നു. ഇപ്പോഴും അവർ അതിലെന്ത് ചെയ്യുന്നുണ്ട്, സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. അപ്പം ഇങ്ങനത്തെ ഒരു അക്വിസിഷൻ പാർട്ണർഷിപ്സിൽ അവർക്ക് വലിയൊരു ഒരു പ്രശ്നം എന്ത് ചെയ്തിട്ടുണ്ട്, അവർക്ക് ആക്ച്വലി പറ്റിയിട്ടുണ്ട്. രണ്ടാമത്തെ കാര്യം, അൾട്ടിമേറ്റ്ലി വാട്ട് മാറ്റേഴ്സ് ഇൻ എഡ്യൂക്കേഷൻ സ്റ്റുഡൻറ് എക്സ്പീരിയൻസ്. സ്റ്റുഡൻസിന് നമ്മൾ എന്ത് എക്സ്പീരിയൻസ് കൊടുക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഓക്കെ, അപ്പം ഇതിൽ പലപ്പോഴും ബൈജൂസിനെ കുറിച്ചുള്ള പരാതി എന്നുള്ളത് സാധനം സെല് ചെയ്തതിനു ശേഷം പിന്നെ വിളിച്ചാൽ ഫോൺ എടുക്കുന്നില്ല, അല്ലെങ്കിൽ പോരാ എന്ന് തുടങ്ങിയിട്ടുള്ള കാര്യം. അത് നമുക്കൊക്കെ വലിയ ലേണിംഗ് ആണ്. കാരണം നമ്മൾ സംഭവം വിറ്റാൽ മാത്രം പോരാ, അവർക്ക് അതിനുള്ള സർവീസസ് കൊടുക്കുക എന്നുള്ളത് വലിയൊരു. അപ്പോൾ അതുപോലെ തന്നെ EMI ടേംസ്, ക്ലിയർ അല്ലാത്ത EMI ടേംസ് വെച്ചിട്ട് ഓട്ടോമാറ്റിക്കലി റെഡ്യൂസ് ചെയ്യുക എന്ന് തുടങ്ങിയിട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങൾ. ഓക്കെ, ഈ കാര്യങ്ങളൊക്കെ ബൈജൂസിന്റെ ഒരു ക്രെഡിബിലിറ്റിയെ നന്നായിട്ട് ബാധിച്ച ഒരു വിഷയമാണ്. ഓക്കെ, അപ്പോൾ ഇതും എന്ത് ചെയ്തിട്ടുണ്ട്, ആക്ച്വലി ബൈജൂസിനെ വളരെ നെഗറ്റീവായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, ഇതും ബാധിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഈ പല കാരണങ്ങളാൽ, അപ്പോൾ ഒരു ഫൈനാൻഷ്യൽ ഡിസിപ്ലിൻ്റെ അല്ലെങ്കിൽ ഒരു റോങ് ആയിട്ടുള്ള ഒരു അക്വിഷൻസ് ട്രീയിൽ പോയിട്ട് റോങ് ആയിട്ടുള്ള അക്വിഷൻസിലോട്ട് എത്തിപ്പെട്ട മുതൽ സ്റ്റുഡൻസിനെ കൺസിഡർ ചെയ്തില്ല എന്നുള്ളത് വരെ അവരെ ബാധിച്ചിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഇഷ്യൂ ആണ്. അവർ മെയിൻ ഗ്രോത്ത് ഫോക്കസ്ഡ് വർക്ക് ചെയ്യുന്നത്. എങ്ങനെ എന്ത് മോഡിലാണെങ്കിലും ഗ്രോത്ത് ആണ് മെയിൻ ഫോക്കസ് എന്നുള്ള രീതിയിൽ വർക്ക് ചെയ്തതിനെ കൊണ്ടാവോ ഇങ്ങനെ തീർച്ചയായിട്ടും ഒരു വാല്യുവേഷൻ മോഡ് ഗ്രോത്തിലോട്ട്, ഇങ്ങനെ വാല്യുവേഷൻ ബിൽഡ് ചെയ്യുന്നൊരു മോഡലോട്ട് പോയി 22 ബില്യൺ വാല്യുവേഷൻ വരെ എത്തി, വിച്ച് ഇസ് ക്വൈറ്റ് ഹ്യൂജ്. അവിടുന്ന് ഒറ്റയടിക്ക് സ്ലാഷ് ചെയ്ത് അവരെ 1 ബില്യണിലോട്ട് താഴോട്ട് ഇപ്പോൾ ബ്ലാക്ക് റോക്ക് അടക്കമുള്ള കൊണ്ടുവന്നു. സോ അത് ദാറ്റ് വാസ് എ മേജർ പ്രോബ്ലം.